ഹായ്! എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ യാത്ര പോകുക എന്ന് പറയുന്നത്. അതിപ്പോൾ ചെറുതായാലും വലുതായാലും എല്ലാം നമുക്കിഷ്ടമാണ്. ഇപ്പോൾ ഞാനും ഫാമിലിയിലും കൂടിയിട്ട് ഒരു യാത്ര പോയത്. അതായത് കുറേ ദൂരമൊന്നുമല്ല, ദുബായ്. ദുബായിലേക്കാണ് പോയത്. അപ്പോൾ ദുബായ് മാൾ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അതോടൊപ്പം തന്നെ ബുർജ് ഖലീഫയും കാണുമല്ലോ. അങ്ങനെ പോയതാണ്. അപ്പം ഞാൻ താമസിക്കുന്നത് അജ്മാനിലാണ്. അപ്പോൾ അവിടുന്ന് ഒരു 1.5 മണിക്കൂറത്തെ ഓട്ടോ ഉണ്ട്. അതായത് ഈ ബ്ലോക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട അവിടെ എത്താൻ. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആവും അവിടെ എത്തണമെങ്കിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് ദുബായ് മാൾ. അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. അതുകൊണ്ട് തന്നെ യുഎഇയിൽ വരുന്നവരെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ബുർജ് ഖലീഫയും ദുബായ് മാളും വിസിറ്റ് ചെയ്യാതിരിക്കില്ല. ഇപ്പോൾ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ദുബായ് മാൾ കാണാൻ പോയി. ഇപ്പോൾ ലേസർ ഷോ അതേപോലെ തന്നെ ഡ്രോൺ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്നുള്ളതിലാണ് പോയത്. അപ്പോൾ ദൂരെ നിന്ന് കാണുന്നില്ലേ, അതാണ് ബുർജ് ഖലീഫ. ഇപ്പം എല്ലാ ബിൽഡിങ്ങിനെക്കാട്ടിയും നല്ല ഹൈറ്റിലാണ് ഇതുള്ളത്. ഇത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പം തന്നെ ലേസർ ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ അതെല്ലാം നീന്തി അങ്ങ് എത്തണ്ടേ. അപ്പോൾ കുറേ ലേറ്റായി. അപ്പം എന്തായാലും തന്നെ വെടിക്കെട്ടൊക്കെ തുടങ്ങി. അപ്പോൾ അതും നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെയാണ് കണ്ടത്. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ യാത്ര പോകാൻ, അതേപോലെ ഫാമിലി കൂടെയാണോ യാത്ര പോകാൻ ഇഷ്ടം? അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പം ഞാനിതുവരെ ഫ്രണ്ട്സിനോട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ ഫാമിലിയുടെ കൂടെ, ഫാമിലി അതോടൊപ്പം തന്നെ ഫ്രണ്ട്സുകൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ അവിടെ എത്തിയാലും തന്നെ പാർക്കിംഗ് കിട്ടാനും അങ്ങനെ കുറേ ലേറ്റായി. അങ്ങനെ ഞങ്ങൾ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് എത്തി. അപ്പോൾ അവിടെ നല്ലൊരു അടിപൊളിയായിട്ട് ഇത് ഈ ടോയ്സ് കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഫുള്ള് അധികം എന്തെന്നാണ് പറയാം, പാണ്ട അങ്ങനത്തെ ഒക്കെയാണുള്ളത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ദുബായ് മാൾ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എല്ലാ കൺട്രീസിലുള്ള ആൾക്കാരും കൂടി വരുന്നൊരു സ്ഥലമാണ്. അതായത് ഷോപ്പിംഗ് ആണ് അവിടെ മെയിനായിട്ട്. അപ്പം നല്ല ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ടാവും, അതേപോലെ നല്ല റേറ്റും ഉണ്ടാവും കേട്ടോ സാധനത്തിനൊക്കെ. അപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതാണത്. പിന്നെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ക്രിസ്മസ് ട്രീ അതേപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പാവകളൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയുള്ളൊരു ലഗോൻ്റെ ഷോപ്പ് കയറിയതാണ്. അപ്പം ഇതെല്ലാം നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ 400-500 ദിറംസൊക്കെ ഉണ്ട് ഈ സാധനത്തിനൊക്കെ. കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവിടെ ഒന്ന് കയറി അവരെ ഒന്ന് ഇതിലൊന്ന് കാണുകയും ചെയ്ത്. ഇതെല്ലാം ലഗോണ്ടാണ് ഉണ്ടാക്കിയത്. കുറേ ഇങ്ങനെയുണ്ട്, കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട്, നല്ല റേറ്റാണ്. പിന്നെ ഈ മാളിലെ ഏറ്റവും ഹൈലൈറ്റ് ആയുള്ളത് ഇതാണ് കേട്ടോ, അതായത് വാട്ടർഫാൾ. ഇതിന് ഹ്യൂമൻ വാട്ടർഫാൾ എന്നൊക്കെ പറയും. പിന്നെ 4 നിലകളിലായിട്ട് ഇത് കാണാൻ പറ്റും നമുക്ക്. ഇത് ആളുകൾ ഡൈവിങ് ചെയ്യുന്ന ഒരു മോഡലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ പുറത്താണ് ഈ ബുർജ് ഖലീഫ ഉള്ളത്. അപ്പോൾ അവിടെ ലേസർ ഷോ അതേപോലെ ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലോണം ആൾക്കാരുണ്ട് ഇത് കാണാനൊക്കെ. പിന്നെ അവിടെ ഉള്ളതാണ് ഫൗണ്ടെയിൻ. അപ്പോൾ അത് ഇപ്പം തുടങ്ങിയതാണ്. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഓരോ പണികൾ ഉണ്ടായിട്ട് പിന്നെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ.
ഫുള്ള് ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടാണ് ഇവർ ഈ ബിൽഡിംഗ് ഒക്കെ സെറ്റ് ചെയ്തത്. ഇവിടെ എപ്പം വന്നാലും ഇങ്ങനെ തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അതിനൊരു ഫുൾ വ്യൂ ഞാനിവിടെ എടുത്തത്. അപ്പം ബുർജ് ഖലീഫ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുന്നില്ലേ? അപ്പം ഞങ്ങൾ അങ്ങ് വരെ കുറച്ച് നടന്ന്, അപ്പം ബുർജ് ഖലീഫിൻ്റെ അടുത്ത് വരെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നടന്നു പോയിട്ടുണ്ട്. ഇത് കുറച്ച് അതിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് എടുത്ത വീഡിയോ ആയത്. ഇപ്പം എന്ത് വെറുതെ അല്ലേ. ഇപ്പം എല്ലാവരുടെ ആഗ്രഹിക്കൂലേ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണം എന്നൊക്കെ. പിന്നെ കുറച്ച് നേരം തന്നെ ഫൗണ്ടൈൻ തുടങ്ങി. അത് ഓരോ അരമണിക്കൂർ ഇടവിട്ടിട്ട് ഇത് ഉണ്ടാവും ഫൗണ്ടൈൻ്റെ. അപ്പം നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ താളത്തിനാണ് ഈ വെള്ളത്തിൻ്റെ കളി. അപ്പം ആ പാട്ടിന് കണക്കായിട്ട് ഈ ഇതിങ്ങനെ കാണാൻ പറ്റും. അത് ഞാൻ കോപ്പിറൈറ്റ് വരുന്നുണ്ടാണ് അത് ഇതിലേക്ക് ചേർക്കാൻ തരുന്നത്. പിന്നെ ഇതെല്ലാം നമ്മൾ കണ്ട് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പം മാൾ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, എനിക്ക് പറ്റുന്നത് പോലെ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.